ഗംഭീരം. എന്റെ പൊന്നും നമ്മന്മാരെ ബിബിൻ വിശ്വനാഥനാണ്. പെരും മഴയത്ത് ചമ്മറവട്ടം പാലത്തേക്ക് കാണുന്നത് ഭാരതപ്പുഴയാണ്. വലിയൊരു കാഴ്ച കാണാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പ്രത്യേക ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അടിപൊളി കേട്ടോ. ഒന്നിട്ട് വന്നോളൂ, നിങ്ങൾ കണ്ടുപോയി കാഴ്ചകള്. ഓക്കെ, ഇതാ ഇവിടെ കുറച്ച് ഏട്ടന്മാര് മീനൊക്കെ പിടിക്കുന്നുണ്ട്. നല്ല കാഴ്ച കേട്ടോ. കുറച്ച് എടുക്കട്ടെ. നല്ല അടിയൊഴുക്ക്, നല്ല ശക്തമായിട്ടോ വരുന്നത്. ഇത് ഭാരതപ്പുഴ അല്ലേ? ഇതില്ലേ ആ കാണുന്ന അയ്യപ്പ ക്ഷേത്രത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാണ്ട്. ഈ കാണുന്ന കാഴ്ചയല്ല കേട്ടോ അവിടെ ഉള്ളത്. നമ്മൾ ഈ ചമ്മറവട്ടം പാലം കഴിഞ്ഞിട്ട് ഈ പാലം ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വലത്തെ ഭാഗത്തേക്ക് റോഡുണ്ട്. കർമ്മ റോഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോകും. അപ്പോൾ അതുകൂടി നിങ്ങൾ കാണണം. അത് ഒരു പ്രത്യേക വൈബ് സ്ഥലമാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അവിടെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ അവിടേക്കാണ് പോണത്. അപ്പൊ ആ അയ്യപ്പ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകത. ഈ കാണുന്ന ഒരു വ്യൂ അല്ല കേട്ടോ. അവിടുന്ന് കുറച്ചും കൂടെ പോയാൽ, അതായത് വെള്ളത്തിന്റെ ഈ പുഴേന്റെ അവിടെ തോണിക്കുണ്ട്. തോണി കടന്നിട്ട് വേണം ഈ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോവാൻ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തി പറഞ്ഞുതരാം. അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ അയ്യപ്പ ക്ഷേത്രം. കണ്ടല്ലോ, ഈ ഭാരതപ്പുഴത്തിന്റെ ഈ പുഴ കടന്നിട്ട് വേണം അങ്ങോട്ട് പോയാൽ. അവിടെ തോണിയൊക്കെ ഉണ്ട്. തോണിയൊക്കെ കാണിച്ചു തരാം. ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഈ അയ്യപ്പ ക്ഷേത്രത്തിന് പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ ആറാട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 5 ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടക്കുന്നത്. അതിൽ പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ ആറാട്ടം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രമാണ്. അതെങ്ങനെയാ വെച്ചാല്, ഈ ഭാരതപ്പുഴ വെള്ളം നിറഞ്ഞ് അത് പൊന്തി വന്നു കഴിഞ്ഞാല് ഇതിന് വിഗ്രഹം ആ ഭാരതപ്പുഴന്റെ മുങ്ങുകയും, അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ആറാട്ടം നടക്കുന്നത്. അങ്ങനെയാണ് ഇത് പറയണത്. വാ, നമുക്ക് ഇത് താഴത്തേക്ക് വലിയ കാഴ്ചയൊന്നും കാണാം. നമ്മുടെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഗേറ്റ് അടയ്ക്കുക പറഞ്ഞാല് പിന്നെ കുറച്ച് ഡേഞ്ചറാണ്. അവിടേക്ക് എങ്ങനെ വെള്ളം എങ്ങനെയൊക്കെ പറയാനില്ലല്ലോ. നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം വന്നു കഴിഞ്ഞാല് അതായിരിക്കും. ഇവിടെ ഒരു തോണി ഉണ്ട്. കാരണം ഇനിയും വെള്ളം പൊന്തി കഴിഞ്ഞാൽ ഈ തോണി ഇവിടെ അത്യാവശ്യമാണ്. ഇത് കൂടെ പോയാൽ നമുക്ക് ഭാരതപ്പുഴന്റെ നല്ല ഒഴുക്കൊക്കെ കാണാം. പിന്നെ ഇപ്പുറത്ത് പോലെ ആമ്പൽപ്പൂക്കള്, നല്ല അടിപൊളി സെറ്റ് സ്ഥലം കേട്ടോ. ഇതുകൂടെ നോക്കി കഴിഞ്ഞാല് ആമ്പൽപ്പൂക്കളും അത് നോക്കി അത് നിർത്തിട്ടാ ഇതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വന്ന് ഒന്ന് ദർശിക്കാൻ വന്ന് ഇതാക്കാൻ പറ്റിയൊരു അമ്പലാട്ടോ. അതേ ഓക്കെയോ? നമുക്ക് നല്ല വെള്ളമൊക്കെ പൊന്തി കഴിഞ്ഞാല് ഇപ്പൊ ഇത് കൂടെ പോകാൻ വഴിയുണ്ട് കേട്ടോ. ഇത് നടപ്പാലം. ഇത് ക്ലോസ് അടച്ചിട്ടിരിക്കാൻ വേറെ പോകാൻ കഴിയില്ല. ഇത് താഴത്തേക്കൊക്കെ നോക്കിയാല് നല്ല വെള്ളം, നന്നായിട്ട് വെള്ളം പൊന്തുന്ന സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ടാണല്ലോ നമ്മള് ആറാട്ടം നടക്കുന്നത് പറയാം. ഇവിടുത്തെ വിഗ്രഹം അതിൽ ആ വെള്ളത്തിൽ മുങ്ങി കഴിയുമ്പോഴാണ്, ആ പുഴയിൽ മുങ്ങി കഴിയുമ്പോഴാണ് ഇത് ആറാട്ടം നടക്കുന്നത്. ഈ വ്യൂ ഇവിടെ നിന്ന് നോക്കി കുറച്ച് അങ്ങോട്ട് പോലും പുഴയാണ്. അതായത് നമുക്ക് ഇതിന് ചുറ്റും പുഴയാണ്. ഈ ഭാഗം മാത്രം അവിടെ ആ ഒഴുകൊക്കെ പുഴയാണ്. അപ്പൊ ചമ്മറവട്ടം പാലത്തേക്ക് വരുന്ന ആൾക്കാർ, ഇനിയിപ്പോ ഈ അയ്യപ്പ ദർശനമോ ഈ അമ്പലങ്ങൾക്ക് പോകുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് കാണാൻ പറ്റിയ സ്ഥലമാണ്. ഇനി നല്ല വിനോദ യാത്രയ്ക്ക് വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓർക്കും വരാം. അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മളിതാ ഈ പാലത്തിന്റെ അടിയിലേക്ക് വരണം. ഇവിടെ എന്താ പറയാ, ഈ പാലത്തിന്റെ അടിയിൽ നമ്മളെ ചേട്ടന്മാര് ഇത് മീനെ പിടിക്കുന്നുണ്ട്. അന്ന് വീഡിയോ ഒക്കെ കാണാൻ അത് നോക്കിട്ടോ. അതാണ് പോണത്. അപ്പൊ നമ്മള് പാലത്തിന്റെ അടിയിൽ നിന്ന് കാണിച്ചോ, ഗംഭീരാട്ടോ.
ഇതിന്റെ ഉള്ളിൽ ഒന്ന് കാല് വെച്ച് കൊടുത്താൽ നമ്മള് പെട്ടുപോയാല് പിന്നെ നോക്കണ്ട. അതുകൊണ്ട് നന്നായിട്ട് എത്ര നീന്തലായിരുന്നാലും ഇതിനുള്ളിൽ പെട്ട ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പൊ വളരെ നന്നായിട്ട് സൂക്ഷിച്ചാണ് നടക്കേ. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ നിങ്ങളെ സ്ഥലത്തേക്ക് വരാനായിട്ട് വരവേ ചെയ്യരുത്. ഓക്കെ. അപ്പൊ നമ്മള് അല്ല ഇത് നോക്കിയാ ഒഴുക്കിന്റെ ഒരു തീവ്രത കണ്ട മനസ്സിലാവും. മനസ്സിലായി എന്താണ്. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാ. അമ്മോ അവിടെ കാണുന്നൊക്കെ മരാട്ടോ. നമുക്ക് ഏട്ടന്മാരത്ത് ഇങ്ങനെ പോയോക്കാം. എന്താ പടമൊക്കാം. ഒഴുക്ക് പെട്ട് കഴിഞ്ഞാൽ കയ്യും. ചെരുപ്പില്ല. ചെരുപ്പ് അവിടെ അയച്ചിട്ട് പോയി ആട്ടോ. എടുത്തോ ഓളാണ് ചെരുപ്പിടാന്നാ പറഞ്ഞത്. പറയാൻ ഇവിടെ കുപ്പിച്ചില്ല. ഞങ്ങൾ എന്താ വെച്ചാൽ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് ആ ചെരുപ്പിടാൻ വിട്ടുപോയേ. യൂട്യൂബ് ആ മീനെ പിടിച്ച് നോക്കിയാ കാണിച്ചിരിക്കി കാണിച്ചിരിക്കി അമ്പ ഗംഭീരം. രാവിലെ വന്ന് 6 മണിക്ക് വന്നേ. ഇത് പൊന്തിക്കട്ടെ കുഴപ്പമുണ്ടോ? ആ ഇത് കണ്ടേ വീടൊക്കെട്ടാ. വീഡിയോ എടുത്തേക്കാ. അല്ല പെട്ടക്കണ മീൻ. സൂമേടി കുറച്ച് സൂമേ. കയ്യെ പിടിച്ച് സാധനം കഷ്ടപ്പെട്ട് പിടിച്ചാണ്. വെറുതെ അതിനോട് പിടിച്ചിരിക്കും. കുത്തിട്ടാ ആണോ ഇതേ മീനതാ. നിക്കാം നല്ല മീനിട്ടുള്ളൂല്ലേ. അല്ല അവിടെ ഉണ്ടല്ലോ അല്ലേ. ഞാൻ എടുക്കണോ? ആ കടലുണ്ടി കൊറട്. ആ കോട്ടക്കട ഭാഗത്ത് തന്നെ. അവിടേക്ക് വരലുണ്ടോ? ആഹാ ഇതൊക്കെയാ അത് ചൂടെടുക്കണ മണ്ണിലാണ്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ പറയാൻ മണ്ണിനെ എടുക്കില്ല. അതിലുണ്ട്. ഇപ്പൊ നേരത്തെ കാണിച്ചതല്ല, അതിലുണ്ട്. ഇങ്ങനെയുണ്ടായി. നമ്മളാ അത് വൈഫാ. എടി അത് കാണിച്ചോ. ചാനലിന്റെ പേരാണ് കൊടുക്കണേ. ആ ഞാൻ പോട്ടെ. ഇതാണോ അതാണ്. ഓക്കെ നമുക്ക് വേട്ടോ. ഞാൻ വിളിക്കാം. ഞങ്ങൾ ചാനലിന്റെ ലിങ്ക് മൂപ്പറിലേക്ക് അയക്കാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കിട്ടോ. എല്ലാവരും കാണി സപ്പോർട്ട്. ഞാൻ ലൂപ്പിക്കാം. ആ അതാണ്. ഇതൊക്കെയാ നടക്കാൻ തീർന്നിരിക്കുക.
ഇവിടെ മാത്രമേ ചെറിയതുള്ളൂ അല്ലേ? ബാക്കി എല്ലായിടത്തും ആ കണ്ട പേടിയാവും മനുഷ്യന്. ചെരുപ്പിടാതെ വരരുതെന്നാ പറഞ്ഞത്. എന്താ വെച്ചാല് ഇവിടെ പല ഈ കുപ്പിക്കണ്ടും മറ്റൊക്കെ വരുമ്പോഴേ ബുദ്ധിമുട്ടാണ്. ഇവിടെ സൂം ചെയ്താ ആ ഒഴുക്ക കാണിച്ചു കൊടുത്താ ആ പോണത് നോക്കിയാ നോക്കണത് എന്തുകൊണ്ട് നീ അല്ലേ? അതെ അവിടെ വെള്ളം വരണം നോക്കിയാ. ഞാൻ പൊന്നോ അല്ല അത് കുറച്ചും കൂടി മഴ ഇനി ശക്തിയാവാനുള്ളതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ആ മക്കളെ നോക്കി അതൊക്കെ എത്രയോ കേറിപ്പോയി. പാലത്തിന്റെ പകുതിയായി. ഏടോ ആ പറഞ്ഞത് ഏതോ കൈയൊക്കെ വൃത്തിയായിട്ട് കഴിക്കോ. അതിന്റെ അവിടേക്ക് എത്തണ്ട. ഇതൊക്കെ ഷൂ പറഞ്ഞു പോകോട്ട് അല്ല പിന്നെ പോവല്ലേ? ഇനി അങ്ങോട്ട് പോണ്ട. അതിനകത്ത് പോണ്ട. പോക്കൊരു ഫോട്ടോ കാണല്ലോ. ഫോട്ടോ എടുത്തേക്കാം. അയ്യോ നിക്ക അയ്യാ ഇതാ ഫോട്ടോല്ല വീഡിയോ ആണ്. പേരെ പേരെ നമ്മൾ അങ്ങോട്ട് ദൂരത്തേക്ക് വെക്കുമ്പോ അവിടെ കണക്കെ മീൻ പിടിക്കട്ടോ. ജസ്റ്റ് സൂം ചെയ്ത് തരാം അല്ലേ? ആൾക്കാർ മീൻ പിടിക്കാം. പിന്നെ എന്താ പറഞ്ഞ വെച്ചാല് മീൻ ഒരു പുറത്ത് പോയി വിൽക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലാൻ വേണ്ടി ഈ ഒഴുക്കൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ വഞ്ചിയിലൊക്കെ കൊണ്ടുപോയിട്ട് കുറെ സ്ഥലങ്ങൾ കാണിച്ചാൽ അടിപൊളി വൈബാക്കിയതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഗൾഫ് പോയാലോ? വെള്ളത്ത് പോയാലോ? സന്തോഷാവും. ഒന്നും കാണൂല. അപ്പൊ പോവാ. അപ്പൊ എന്ത് പറഞ്ഞു? ഒരു ഭാഗത്ത് ഒരു പിടിക്കില്ല, മറ്റു ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു മറ്റു ഭാഗത്ത് ഒരു മീൻ പിടിക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പാലം. നേരത്തെ കണ്ട പാലല്ല, ചമ്മറവട്ട പാലം. ചമ്മറവട്ട പാലം കേരളത്തിലെ ഏറ്റവും വലിയ പാലം. ചമ്മറവട്ടം RCB. സത്യം പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പിളാണത്. പാലത്തിൽ നമ്മൾ പാലം കാണാൻ നല്ല ചോദിച്ചാണ്. അമ്മോ എത്രയാ പുഴയുള്ളത്, എത്രയാ അങ്ങോട്ട് പുഴയുള്ളത്. എന്താണ് ഇതെന്താ ഏറ്റവും നീളം കൂടിയ എന്തൊരു പാലല്ലേ? നമ്മൾ ചമ്മറവട്ടത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വലിയ ഇവിടെ കർമ്മ റോഡുണ്ട്. ഗംഭീര സ്ഥലം കേട്ടോ. അതായത് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ പുഴ. അത് കാണിച്ചു കൊടുത്താ മറ്റേ പാലം രക്ഷയില്ലേ? അത് കാണിച്ചു കൊടുക്കും. ആ
ശരിക്കും അവിടെ നിന്ന് വരുമ്പോഴാണ് രസമല്ലേ, തിരിച്ചു വരുമ്പോഴാണ് രസമല്ലേ. കുറച്ചുകൂടെ നല്ല കണ്ടു ഓണം ഇതിനെ കളിക്കണില്ല. ഐ ലവ് ഇവരെ കൂട്ടി വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. നമ്മളെ ചെക്കന്മാരെ ആദ്യം കയറ്റി വരെ വന്നിട്ട് ഇത് കൂടെ എടുത്തില്ലെങ്കിൽ അല്ലേ ഈ വ്ളോഗ് മുഴുവനാവില്ല. എന്തേ കർമ്മ റോഡാണ് കുറ്റിക്കാട് കടവ്. അതിപ്പോൾ നിൽക്കുന്ന സ്ഥലം. നമ്മൾ നേരത്തെ ഉണ്ടല്ലേ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു റോഡിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ തൊട്ടടുപ്പിച്ച് ഇങ്ങനെ ഈ പുഴ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്, ബോട്ടിങ്ങുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് എന്തോ ഒരു അല്ലേ മഴക്കാലത്ത് നിർത്തി വെച്ചാൽ അറിയാം. കുറച്ച് മുന്നോട്ട് പോയാൽ അറിയാം എന്താ പാടുന്ന എന്താ അറിയാം. ഈ തോണിക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ ഒരു തോണിക്ക് പോയില്ലേ, എടുക്കാൻ പറ്റില്ല. ഇത് വന്നിട്ടുണ്ട് ഇതില്ല. ഓ ഗംഭീരാണത്, ഭയങ്കര ബ്യൂട്ടി കേട്ടോ. അതെ അതെ സൂപ്പർ, രക്ഷയില്ല. മഴയായിട്ട് നിർത്തിച്ചാലേ നാടിൻ്റെ വെട്ടം. ഗോവൻ്റെ ചെറിയൊരു വൈബുണ്ടല്ലോ. ഫാമിലിയായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്.
ഷെരീഫു സവാരി സവാരി ഐ ലവ് കർമ്മ. ഗംഭീര സ്ഥലം കേട്ടോ, ഗംഭീര സ്ഥലമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഗംഭീര സ്ഥലമാണ്. കപ്പിൾസ് ആയിട്ടും അല്ലേ, കുറെ കപ്പിൾസ് ഉണ്ട് അവിടെ. എത്ര കണ്ടാലും മതിരത്തെ സ്ഥലം. അപ്പം നമ്മമാരെ ബിബിൻ വിശ്വനാഥനും എന്റെ പൊണ്ടാട്ടി അഞ്ചും. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ്, ഇവിടെ മീൻ പിടിക്കൽ കഴിഞ്ഞ്, ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോലെ കഴിഞ്ഞ്. അപ്പൊ എല്ലാരും പറയും ക്ഷേത്രത്തിൽ പോകുമ്പോഴാണോ മീൻ പിടിക്കാന്ന്. അപ്പൊ അങ്ങനൊന്നും നോക്കണ്ട, ഇവിടെ തൊട്ടടുത്ത് തന്നെ മീൻ പിടിക്കരുത്, തൊട്ടടുത്ത് തന്നെ അയ്യപ്പ ക്ഷേത്രം. അപ്പൊ ഒരുമിച്ച് ഞങ്ങൾ വന്നപ്പോ രണ്ടും കൂടി പറഞ്ഞതാണ്. അടിപൊളിയാണ്. വരുന്നവർ വന്നോ കിട്ടോ, പക്ഷെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ ഇങ്ങനെ ഇങ്ങോട്ടൊന്നും വരേ ചെയ്ത് അടിക്കരുത്. നല്ല നിങ്ങൾ കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ, ഭയങ്കര ഡേഞ്ചർ ആണ്. അതുകൊണ്ട് ദൂരത്ത് നിന്ന് കാണുക വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഗുഡ് ബൈ.